ഗൈസ്, ഒരു എക്സ്പ്ലോസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റിന് മുന്നേ, പ്രത്യേകിച്ച് ബിറ്റ്കോയിൻ ഒരു എക്സ്പ്ലോസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റിന് മുന്നേ ഇങ്ങനൊരു ചെറിയൊരു പാറ്റേൺ പൊതുവെ കാണിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇന്ന് ആ ഒരു പാറ്റേണുകൾ കാണുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പ്രൈസ് സെക്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രൈസ് മൂവ്മെൻറ്റ് കാണും അപ്വേർഡിലേക്ക്, മുകളിലേക്ക്, ഒരു ബുള്ളിഷ് മൊമെൻറ്റം. ഓക്കെ, എന്നിട്ടത് പയ്യെ പുൾ ബാക്ക് ചെയ്യും. പുൾ ബാക്ക് ചെയ്തിട്ട് താഴോട്ട് വന്നിട്ട് ഒരു സപ്പോർട്ട് എടുക്കും. പക്ഷെ അത് പ്രീവിയസ് ആയിട്ടുള്ള ഈ പ്രീവിയസ് ലോയെ ബ്രേക്ക് ചെയ്യത്തില്ല. തൊട്ട് അതിന് മുകളിലായിട്ട് അത് വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിക്കും. ഇവിടെ ന്യൂ ഹൈ ഉണ്ട്, ഈ ഹൈയും ബ്രേക്ക് ചെയ്യത്തില്ല, എന്നിട്ട് അത് വീണ്ടും താഴോട്ട് വരും. പ്രീവിയസ് ഹൈ അവിടെ ബ്രേക്ക് ചെയ്യത്തില്ല, പ്രീവിയസ് ലോ ബ്രേക്ക് ചെയ്യത്തില്ല. എന്നിട്ട് അവിടുന്ന് വീണ്ടും പ്രൈസ് അപ്വേർഡ് പോവും. അവിടെ പ്രീവിയസ് ഹൈ അവിടെയും ബ്രേക്ക് ചെയ്യത്തില്ല, അതിന് തൊട്ട് താഴെയായിട്ട് വീണ്ടും താഴോട്ട് വരും. ഇങ്ങനെ പ്രീവിയസ് ലോയും ഹൈയും ബ്രേക്ക് ചെയ്യാതെ ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ പാറ്റേണിലേക്ക് പോയിട്ട് പെട്ടെന്നൊരു അപ്വേർഡോ ഡൗൺവേർഡ് മൂവ്മെൻറ്റ്, വളരെ ശക്തമായിട്ടുള്ള അപ്വേർഡോ ഡൗൺവേർഡ് മൂവ്മെൻറ്റ് സംഭവിക്കാറുണ്ട്. ഓക്കെ, അങ്ങനൊരു പാറ്റേൺ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഏത് ദിശയിലേക്ക് പോകുമെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. പക്ഷെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കത് പ്രോബബിലിറ്റി പറയാനൊക്കും. അതായത് 10-ൽ 7-8 തവണ ഇത് മേലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്, ഇന്നതായ കാരണങ്ങൾ കൊണ്ട് എന്ന് നമുക്ക് പറയാനൊക്കും. പക്ഷേ 100% അല്ല ഒന്നും. പക്ഷേ ഈ ഒരു പാറ്റേൺ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, സാധാരണ ഒരു ബുള്ളിഷ് മൊമെൻറ്റം വരുന്നതിന് മുന്നേ ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ പാറ്റേണുകൾ സംഭവിക്കാറുണ്ട്. നമ്മളിവിടെ കണ്ട പാറ്റേണുകൾ എന്ന് പറയുന്നത് 50 മിനിറ്റ്സിലേക്ക് ഈ 4 മണിക്കൂർ മാറ്റിയിട്ട് അതിനകത്തേക്ക് ഒന്നും കൂടെ സഞ്ചരിക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ കാണാനൊക്കും. ഇവിടെ പ്രൈസ് മൂവ് ചെയ്യുന്നു, എന്നിട്ട് പ്രൈസ് ഡ്രോപ്പ് ചെയ്യുന്നു, ലോ ബ്രേക്ക് ചെയ്യുന്നില്ല, പ്രീവിയസ് ലോ ബ്രേക്ക് ചെയ്യുന്നില്ല, ഞാൻ അപ്വേർഡ് മൂവ്മെൻറ്റ് പോകുന്നു, പ്രീവിയസ് ഹൈയും ബ്രേക്ക് ചെയ്യുന്നില്ല, എന്നിട്ട് തിരിച്ചു വരുന്നു, ഇവിടെ സപ്പോർട്ട് എടുക്കുന്നതായിട്ട് പോലെ കാണുന്നു. ഓക്കെ, മേ ബി ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഓക്കെ, ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തേക്കാം. ഇവിടെ 200-ഉം 20-യും ഒരേപോലെ വരുന്നു. പ്രൈസ് 200-ലും 20-യിലേക്കും വന്നു. ഇവിടെ ഈ 200-ഉം 20-യും ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ് 50 മിനിറ്റ്സിൽ. 50 മിനിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനിറ്റ്സ് അല്ല, പക്ഷേ ഷോർട്ട് ടൈം ആളുകൾ മൂവ്മെൻറ്റ് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി 50 മിനിറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ നോക്കുമ്പോൾ 20 വെർട്ടിക്കലായിട്ടാണ് പോകുന്നത് 200 ഇടയിൽ കൂടെ. പക്ഷേ ഇവിടെ വരുമ്പോൾ പ്രൈസും 20-യും 200-ഉം കൂടെ മെർജ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, നമ്മളിനി കുറച്ചും കൂടെ 4 അവറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം കുറച്ച് ലോങ് ടൈം ഇൻ ദ സെൻസ് നമുക്ക് 2-3 ദിവസത്തെ പാറ്റേണുകളുടെ ബുള്ളിഷ്നസ് നമുക്ക്, അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ബുള്ളിഷ്നസ്സൊക്കെ നമുക്ക് കാണാനൊക്കും. അപ്പോൾ ഇവിടെയും വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ച കാണാം. ഇവിടെ ബിറ്റ്കോയിൻ ചെയ്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബിറ്റ്കോയിൻ സ്പെക്കുലേഷൻ ചെയ്യുന്നവരെ പണിഷ് ചെയ്യാറുണ്ട് എപ്പോഴും. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വലിയ റെഡ് ബാർ, അതിലാളുകൾ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഷോർട്ട് ചെയ്ത് ആളുകൾ സ്പെക്കുലേഷൻ ചെയ്ത് ബിറ്റ്കോയിൻ ഷോർട്ട് ചെയ്യുന്നവരുണ്ട്. അതായത് $US മുന്നിൽ കണ്ടുകൊണ്ട്, പ്രോഫിറ്റ് കണ്ടുകൊണ്ട് ഷോർട്ട് ചെയ്തവരെ. അപ്പം ബിറ്റ്കോയിൻ എന്ത് ചെയ്തു? അവരെ ഈ ഒരു വലിയ ഗ്രീൻ ബാർ കൊണ്ട് പണിഷ് ചെയ്ത് തിരിച്ചു കയറി വന്നു. എക്സാക്ട്
സെയിം സ്ട്രെങ്തിൽ അല്ലേ. ഈ ഒരു ബാറിൽ, ഈ ബാറിൽ ലോങ് പോയവർക്കോ വീണ്ടും പണിഷ് ചെയ്തു അല്ലേ. ഇതേ അപ്പോൾ നമുക്കിവിടെ ആ പാറ്റേണും നമുക്ക് കാണാൻ ഒക്കുന്നുണ്ട് അല്ലേ. മേ ബി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ഡിസിഷൻ, സംതിങ്, ദേ ആർ വെയിറ്റിംഗ് ഫോർ സംതിങ്, ഒരു ഡിസിഷൻ എടുക്കാൻ ഒക്കുന്നില്ല, ബട്ട് ദേ ആർ വെയിറ്റിംഗ് ഫോർ സംതിങ്. അത് കഴിയുമ്പോൾ, ആ ഡിസിഷൻ കഴിയുമ്പോഴായിരിക്കും ഇത് എക്സ്പ്ലോഡ് ചെയ്ത് പോകാൻ പോകുന്നത്. വിച്ച് ഡയറക്ഷൻ വി ഡോണ്ട് നോ. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ 200 താഴെയാണ് നമുക്ക് സപ്പോർട്ട്, താഴെയുണ്ട്. ഓക്കെ, പ്രൈസ് ഇവിടെ സപ്പോർട്ട് എടുക്കുന്നത് 20-ലുമാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു ബുള്ളിഷ് പാറ്റേൺ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഒന്നും 100% അല്ല, എല്ലാം പ്രോബബിലിറ്റിയാണ്. ഓക്കെ, നമ്മൾ പ്രോബബിലിറ്റിയിലാണ് എല്ലാം കാണേണ്ടത്. അപ്പോൾ ഇതൊരു പ്രോബബിലിറ്റിയാണ്. 10-ൽ 7 8 തവണ സംഭവിക്കാം, തിരിച്ച് സംഭവിക്കാം. പക്ഷെ നമ്മളെപ്പോഴും ലോങ് ടൈം അല്ലേ നോക്കുന്നത്, ഷോർട്ട് ടൈം ആയിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഹോൾഡ് ചെയ്യുകയാണ് ഫോർ എവർ. അപ്പോൾ ഷോർട്ട് ടൈം ആയിട്ടുള്ള മൂവ്മെൻറ്റോ ഒന്നും, അപ്പോ ഡൗൺ ആയിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ല. പക്ഷേ എന്നിരുന്നാലും ഞാൻ നിങ്ങൾക്കൊരു ഒരു ഐഡിയ തന്നേ ഉള്ളൂ, വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ, സോ ടേക്ക് കെയർ, ബൈ.